നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 3-4 പേര് ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ നിലവാരം മോശമാവില്ല, അങ്ങനെ കരുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പറയുന്നത് തിബോട്ട് കോർട്ടുവയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് പലരും ക്ലബ്ബ് വേൾഡ് കപ്പ് പ്രഖ്യാപിച്ചത് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. യൂറോപ്യൻ ടീമുകളുടെ നിലവാരത്തിൽ മറ്റ് ടീമുകൾക്ക് കളിക്കാൻ പറ്റില്ല, ഇതൊരു പ്രഹസനമായിട്ട് മാറും, വൺ സൈഡഡ് മത്സരങ്ങളായിരിക്കും, അതല്ല കാര്യമെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് തെളിയുകയാണ്. ഇത് അധികവും ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരുന്നത് ഇതിന് യോഗ്യത ഒന്നും കിട്ടാത്ത ടീമുകളുടെ ആളുകളാണ്. അതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ പല ലീഗുകളുടെയും തലപ്പത്തിരിക്കുന്നവർ, അത് അവർക്ക് അവരുടെ ലീഗിനേക്കാൾ വലിയ ഒരു ആകാംക്ഷ ക്ലബ്ബ് വേൾഡ് കപ്പ് 4 കൊല്ലത്തിലൊരിക്കൽ വരുമ്പോൾ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാമല്ലോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ വേൾഡ് കപ്പ് 4 കൊല്ലത്തിലൊരിക്കലാണ് വരുന്നതെങ്കിലും മറ്റെല്ലാ ടൂർണമെൻറ്റുകളെക്കാളും അതിന് അട്രാക്ഷൻ ഉണ്ട്. ഭാവിയിൽ അതുപോലെയൊക്കെ ക്ലബ്ബ് വേൾഡ് കപ്പ് വളരുമോ എന്ന് ഭയന്ന ലീഗ് മേധാവികളുമുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇത് പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ യുവൻറ്റസിനെ 1-0 തോൽപ്പിച്ചതിന് ശേഷം റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവ തുറന്നങ്ങടിച്ചു പറയുകയാണ്. ഇപ്പോൾ 3-4 ആളുകൾ ട്വിറ്ററിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് ഒരു മോശം കാര്യം, അദ്ദേഹം ഷിറ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി, അതേ എനിക്കതിൽ പറയാനുള്ളൂ. അങ്ങനെ പറയുന്നവർ പറയട്ടെ. ഇവിടെ ഫുട്ബോൾ അറിയാവുന്നവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ബ്രസീലിയൻ ടീമുകൾ വളരെ മികച്ചതാണ്, ബ്രസീലിയൻ ക്ലബ്ബുകൾ മികച്ചതാണ്. ഏഷ്യൻ ടീം അൽ ഹിലാൽ ഗ്രേറ്റ് ടീമാണ്. മോണ്ടറിക്ക് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെതിരെ മികച്ച കളി പുറത്തെടുക്കാൻ പറ്റി. അപ്പം ഇൻ ദി എൻഡ് അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ കളിയുടെ ലെവൽ വളരെ ഹൈ ലെവൽ കളിയാണ്. അത് ഓരോ മത്സരങ്ങളിലും സുവ്യക്തമാണ്. എല്ലാ മത്സരങ്ങളിലും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു. ഇൻട്രസ്റ്റിംഗ് ഗെയിംസാണ് ഇവിടെ നടക്കുന്നത്. സോ ഇനിയും ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഫൈനലിലെത്താൻ കഴിയുകയുള്ളൂ എന്നത് വ്യക്തമാണ് എന്നുകൂടി റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ പറയുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ യോഗ്യത കിട്ടാത്തവരും ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ വളർച്ചയിൽ ഭയക്കുന്നവരും ഒക്കെ പലതും പറയും. അതങ്ങനെ തുടരട്ടെന്നേ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.